നമസ്കാരം. N4 ന്യൂസിന്റെ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ലിജോ വേലുപ്പാടം. ആദ്യം വാർത്തകളുടെ തലക്കെട്ടുകൾ കാണാം. നീണ്ട കാത്തിരിപ്പിന് വിരാമം. ചെന്നിത്തലയെയും KCയെയും വെട്ടി VD സതീശൻ മുഖ്യമന്ത്രി കസേരയിലേക്ക്. തൃശൂർ വഞ്ചിക്കുളത്തിന് സമീപത്ത് നിന്ന് 3.5 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. LDF കൌൺസിലർമാർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ സമരം സംഘടിപ്പിച്ചു. തെരുവ് നായ്ക്കളുടെ ആക്രമണം രൂക്ഷമായിട്ടും പഞ്ചായത്ത് ഭരണസമിതി നടപടി സ്വീകരിക്കാത്തതിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം. കാപ്പ ഉത്തരവ് പ്രകാരം കുപ്രസിദ്ധ ഗുണ്ടകളായ സുരമോൻ നിഖിലിനെയും കണ്ണപ്പൻ ജിതിനെയും നാടുകടത്തി. വാർത്തകൾ വിശദമായി അറിയാം. നീണ്ട കാത്തിരിപ്പിന് വിരാമം. ചെന്നിത്തലയെയും KCയെയും വെട്ടി VD സതീശൻ മുഖ്യമന്ത്രി കസേരയിലേക്ക്. കേരള രാഷ്ട്രീയത്തിന് ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിന് വിരാമം. 11 ദിവസം നീണ്ടുനിന്ന ചർച്ചകൾക്കും ആകാംക്ഷകൾക്കും ഒടുവിൽ ഹൈക്കമാൻഡ് നിർണായക പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇനി കേരളത്തിന്റെ മുഖ്യമന്ത്രി. ദില്ലിയിൽ AICC ആസ്ഥാനത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം ഈ പ്രഖ്യാപനം നടത്തിയത്. KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള വമ്പൻ പേരുകൾ അവസാന നിമിഷം വരെ ചർച്ചകളിൽ ഉണ്ടായിരുന്നെങ്കിലും ഹൈക്കമാൻഡ് തിരഞ്ഞെടുത്തത് സതീശനെ തന്നെ. എന്തുകൊണ്ട് VD സതീശൻ? ഉത്തരം വളരെ ലളിതമാണ്. LDFനെതിരെ UDFന്റെ മുഖമായി നിന്ന് മുന്നണിക്ക് വൻ വിജയം സമ്മാനിച്ചതിലെ പ്രധാനി അദ്ദേഹമാണ്. സഭയ്ക്കകത്തും പുറത്തും സതീശൻ നടത്തിയ പോരാട്ടത്തിനുള്ള അംഗീകാരമാണ് ഈ മുഖ്യമന്ത്രി സ്ഥാനം. പ്രഖ്യാപനം വന്നതോടെ കേരളത്തിലുടനീളം കോൺഗ്രസ് പ്രവർത്തകർ ആഹ്ലാദത്തിമിർപ്പിലാണ്. മുഖ്യമന്ത്രിയെ തീരുമാനിച്ചതോടെ ഇനി ശ്രദ്ധ മുഴുവൻ മന്ത്രിസഭാ രൂപീകരണത്തിലേക്കാണ്. മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾക്ക് ഏതൊക്കെ വകുപ്പുകൾ ലഭിക്കും, ആരൊക്കെയാകും പുതുമുഖ മന്ത്രിമാർ? രാഷ്ട്രീയ കേരളം കാത്തിരിക്കുകയാണ്. തൃശൂർ വഞ്ചിക്കുളത്തിന് സമീപത്ത് നിന്ന് 3.5 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. അസം സ്വദേശി ജൂഡു ഡോളിയെയാണ് എക്സൈസ് ഇൻസ്പെക്ടർ സിജോ വർഗീസിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. എക്സൈസ് മധ്യമേഖലാ കമ്മീഷണർ സ്ക്വാഡ് അംഗം മുജീബ് റഹ്മാൻ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ പിടിയിലായത്. ബ്ലൂ സ്റ്റാർ സ്പെഷ്യൽ ഗ്രീൻ കഞ്ച എന്ന പേരിൽ അറിയപ്പെടുന്ന മുന്തിയ ഇനം കഞ്ചാവാണ് പ്രതിയിൽ നിന്ന് പിടിച്ചെടുത്തത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ രഞ്ജിത്ത്, പ്രവീൺ എന്നിവർ കഞ്ചാവ് പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. മഴക്കാലപൂർവ്വ രോഗശുദ്ധീകരണത്തിൽ തൃശൂർ കോർപ്പറേഷൻ തുടരുന്ന അലംഭാവത്തിൽ പ്രതിഷേധിച്ച് LDF കൌൺസിലർമാർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ സമരം സംഘടിപ്പിച്ചു. കളിപ്പാട്ടങ്ങളുടെ രൂപത്തിലുള്ള മണ്ണുമാന്തി യന്ത്രങ്ങൾ കെട്ടിവലിച്ചായിരുന്നു പ്രതിഷേധം. കോർപ്പറേഷന്റെ 2 മണ്ണുമാന്തി യന്ത്രങ്ങൾ കട്ടപ്പുറത്തായതിനെ പരിഹസിച്ചായിരുന്നു പ്രതീകാത്മക പ്രതിഷേധം സംഘടിപ്പിച്ചത്. മഴക്കാല മുന്നൊരുക്കങ്ങൾ കാര്യക്ഷമമായി നടത്തിയില്ലെങ്കിൽ കൂടുതൽ ശക്തമായ പ്രതിഷേധ സമരവുമായി LDF മുന്നോട്ട് വരുമെന്ന് പ്രതിപക്ഷ നേതാവ് TR ഹിരൺ പറഞ്ഞു. LDF കൌൺസിലർമാരായ അനീസ് മുഹമ്മദ്, സുജിത് P സുകുമാരൻ, ഷാജു കുണ്ടോളി, കീർത്തന, സൗമ്യ തുടങ്ങിയവർ പങ്കെടുത്തു. കടങ്ങോട് പഞ്ചായത്തിൽ തെരുവ് നായകളുടെ ആക്രമണം രൂക്ഷമായിട്ടും പഞ്ചായത്ത് ഭരണസമിതി നടപടി സ്വീകരിക്കാത്തതിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം. പഞ്ചായത്ത് ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി. പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസവും തെരുവ് നായയുടെ ആക്രമണത്തിൽ 5 പേർക്ക് പരിക്കേറ്റിരുന്നു. തെരുവുനായ ശല്യം നിയന്ത്രിക്കാൻ ഷെൽട്ടർ ഒരുക്കുമെന്നും നായകളെ വന്ധ്യംകരിക്കുന്ന നടപടി കൈക്കൊള്ളുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റും മൃഗസംരക്ഷണ വകുപ്പും നൽകിയ ഉറപ്പ് പാഴായി എന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. പ്രതിഷേധ സമരം കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സലാം വലിയകത്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രഞ്ജു താരു, മണ്ഡലം സെക്രട്ടറിമാരായ ഇബ്രാഹിം, സുനിത് മണ്ടമ്പറമ്പ്, ബ്ലോക്ക് സെക്രട്ടറി MH നൌഷാദ്, പ്രതിപക്ഷ നേതാവ് വിജയകുമാർ, PU പ്രകാശൻ, മുഹമ്മദ് അലി, ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു. കാപ്പ ഉത്തരവ് പ്രകാരം കുപ്രസിദ്ധ ഗുണ്ടകളായ സുരമോൻ നിഖിലിനെയും കണ്ണപ്പൻ ജിതിനെയും നാടുകടത്തി. സ്റ്റേഷൻ റൌഡികളും നിരവധി ക്രിമിനൽ കേസിലെ പ്രതികളുമായ വലപ്പാട് വട്ടപ്പരത്തി കണ്ണമ്പറമ്പിൽ വീട്ടിൽ സുരമോൻ എന്ന് വിളിക്കുന്ന നിഖിൽ, വലപ്പാട് വട്ടപ്പരത്തി കാര്യപ്പറമ്പിൽ വീട്ടിൽ കണ്ണപ്പൻ എന്ന് വിളിക്കുന്ന ജിതിൻ എന്നിവരെയാണ് കാപ്പ ചുമത്തി 3 മാസക്കാലത്തേക്ക് നാടുകടത്തിയത്. നിഖിൽ വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ 3 വധശ്രമ കേസും 7 അടിപിടി കേസും
വീട്ടിൽ അതിക്രമിച്ചു കയറിയുള്ള മോഷണം നടത്തിയ ഒരു കേസുമടക്കം 13 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. ജിതിൻ വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ 4 വധശ്രമ കേസും 5 അടിപിടി കേസും, വീട്ടിൽ അതിക്രമിച്ചു കയറി മോഷണം നടത്തിയ ഒരു കേസുമടക്കം 15 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 30 രൂപ കൂടി. ഗ്രാമിന് 14,880 രൂപ, പവന് 1,19,040 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന തലക്കെട്ടുകൾ ഒരിക്കൽ കൂടി. നീണ്ട കാത്തിരിപ്പിന് വിരാമം. ചെന്നിത്തലയെയും KCയെയും വെട്ടി VD സതീശൻ മുഖ്യമന്ത്രി കസേരയിലേക്ക്. തൃശൂർ വഞ്ചിക്കുളത്തിന് സമീപത്ത് നിന്ന് 3.5 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. LDF കൗൺസിലർമാർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ സമരം സംഘടിപ്പിച്ചു. തെരുവു നായ്ക്കളുടെ ആക്രമണം രൂക്ഷമായിട്ടും പഞ്ചായത്ത് ഭരണസമിതി നടപടി സ്വീകരിക്കാത്തതിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം. കാപ്പ ഉത്തരവ് പ്രകാരം കുപ്രസിദ്ധ ഗുണ്ടകളായ സുരമോൻ നിഖിലിനെയും കണ്ണപ്പൻ ജിതിനെയും നാടുകടത്തി. ഇതോടെ പ്രധാന വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.